ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗ്ലൂട്ടത്തയോൺ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ള ഫസ്റ്റ് ചോദ്യമായിരിക്കും, എന്താണ് ഗ്ലൂട്ടത്തയോൺ? നമ്മുടെ എല്ലാ കോശങ്ങളിലുമുള്ള അമിനോ ആസിഡാണ് ഗ്ലൂട്ടത്തയോൺ. ഗ്ലൂട്ടാമിൻ, ഗ്ലാസിൻ എന്നിങ്ങനെയുള്ള അമിനോ ആസിഡിൻ്റെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഒരു രൂപമാണ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി എന്താണ് ഗ്ലൂട്ടത്തയോൺ എന്ന് ഞാൻ ചുരുക്കി പറയാം. ഗ്ലൂട്ടത്തയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ അമിനോ ആസിഡാണ്. അപ്പോൾ ഈ അമിനോ ആസിഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ ഗ്ലൂട്ടത്തയോൺ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം ഫുൾ ബോഡി വൈറ്റനിങ് ആവുന്നു എന്നുള്ളതാണ് ഗ്ലൂട്ടത്തയോണിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ബോഡി വൈറ്റനിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഈ മരുന്നുകൾ സ്വീകരിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ചോദ്യമായിരിക്കും, ഗ്ലൂട്ടത്തയോൺ എങ്ങനെ സ്കിൻ വൈറ്റനിങ് ഉണ്ടാക്കുന്നു? ശരീരത്തിലെ ഡാർക്ക് സ്കിൻ കളർ എങ്ങനെയാണ് ഗ്ലൂട്ടത്തയോൺ വൈറ്റ് ആക്കുന്നത്? ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള രണ്ട് പിഗ്മെൻ്റ് ആണ് ഫിയോമെലാനിൻ, യൂമെലാനിൻ. ശരീരത്തിലുണ്ടാകുന്ന ഒരു പാത്ത് വേ ഉണ്ട്. ആ പാത്ത് വേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻസൈമാണ് ടൈറോസിനേസ് എൻസൈം. ടൈറോസിനേസ് എൻസൈമിനെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ മെലാനിനെ തടയാൻ കഴിയുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മെലാനിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നിർത്തലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലൂട്ടത്തയോൺ നമ്മുടെ ശരീരത്തിൽ വർക്കാവുന്നത്. ഗ്ലൂട്ടത്തയോൺ പല വിധത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിലൊന്നാമത് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സ് വഴിയാണ്. രണ്ടാമത് ഓറൽ സ്പ്രേ വഴി നമുക്ക് അവൈലബിൾ ആണ്. മൂന്നാമത് ക്രീംസ് വഴി നമുക്ക് അവൈലബിൾ ആണ്. നാലാമത് ഇൻട്രാവീനസ്, ഞരമ്പ് വഴിയുള്ള ഗ്ലൂട്ടത്തയോൺ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ബ്രൗൺ സ്കിന്നാണ് നമ്മുടെ എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ ബ്രൗണിൽ നിന്ന് വൈറ്റ് ആവുന്നതാണ്. നമ്മുടെ ഒന്നും കൂടി ചെറുതായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ ഗ്ലൂട്ടത്തയോൺ ഇൻടേക്ക് ചെയ്യേണ്ടി വരും. ശരിക്കും ഡാർക്ക് കളറായ ഒരാളാണെന്നുണ്ടെങ്കിൽ 6 മാസം മുതൽ 9 മാസം വരെ ഗ്ലൂട്ടത്തയോൺ നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഓവർ ഡാർക്കായിട്ടുള്ള ഒരാളാണ്, ശരിക്കും കറുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 1 വർഷം മുതൽ 2 വർഷം വരെ ടൈം എടുക്കും നമ്മൾ ഗ്ലൂട്ടത്തയോൺ കഴിക്കുമ്പോൾ ഒന്ന് വൈറ്റായി വരാൻ. അപ്പോൾ ഇതിലേറ്റവും ഗുണമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാഗം മാത്രമായിരിക്കില്ല വെളുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫേസിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് മാത്രമാണ് വെളുക്കുന്നത്. പക്ഷേ ഗ്ലൂട്ടത്തയോൺ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ് ആണ്. നമ്മുടെ ഫേസിൽ എന്താണോ കളർ അത് തന്നെയായിരിക്കും കയ്യിലുണ്ടാകുന്ന കളർ. എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ബോഡി ഒരേ കളറിൽ നിലനിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറെ ആൾക്ക് പറയാൻ പറ്റില്ല നീ ക്രീം തേച്ചിട്ട് വെളുത്തിരിക്കുന്ന ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി എന്താണ് ഒരൊറ്റ കളറിലായിരിക്കും നിലനിൽക്കുന്നത്. നമുക്ക് ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ കുറിച്ച് നോക്കാം. എന്താണ് ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ? നമ്മുടെ ഞരമ്പിലൂടെ, നമ്മുടെ കൈയിൻ്റെ ഞരമ്പിലൂടെ നമുക്ക് ഗ്ലൂട്ടത്തയോൺ ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു വിധമാണ് IV തെറാപ്പി, IV ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. ക്യാൻസർ ബ്ലാഡർ ഉള്ള രോഗികൾക്ക് സിസ്പ്ലാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രഗ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണ്ടുവരുന്ന ഒരു കാര്യമായിരുന്നു, അവർക്ക് കിഡ്നി പ്രോബ്ലംസും അതുപോലെ തന്നെ ബ്രെയിൻ പ്രോബ്ലംസും കണ്ടുവന്നിരുന്നു. ആ രോഗം മാറാൻ വേണ്ടി അവർക്ക് കൊടുത്തിരുന്ന ഒരു മരുന്നായിരുന്നു ഹൈ ഡോസ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഹൈ ഡോസ് ഗ്ലൂട്ടത്തയോൺ കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ബോഡി വൈറ്റനിങ് ആയി. അങ്ങനെയാണ് ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിൽ ഗ്ലൂട്ടത്തയോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓറലായിട്ട് കഴിക്കുന്ന ഗ്ലൂട്ടത്തയോൺ നമുക്ക് FDA റെക്കമെൻഡഡ് ആണ്, നമുക്ക് കഴിക്കാൻ ഒരു പ്രശ്നം വരാനില്ല. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇല്ല, ചെറിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വയറുവേദന മാത്രമാണ്. നമ്മുടെ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ എന്ന് പറയുന്നത് FDA റെക്കമെൻഡഡ് അല്ല. ഇത് FDA റെക്കമെൻഡഡ് അല്ലാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരുന്ന ഗ്ലൂട്ടത്തയോണിന് കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ടാണ് FDA ഇത് റെക്കമെൻഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ സൈഡ് എഫക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ഒരു വലിയ സൈഡ് എഫക്റ്റാണ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൈഡ് എഫക്റ്റാണ് ടോക്സിക് എപ്പിഡോർമൽ ന്യൂക്രോലിസിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സൈഡ് എഫക്റ്റ്. സാധാരണ കോമൺ ആയി കണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായ വയറുവേദനയാണ്. ഇത്രയും സൈഡ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ FDA ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോണിന് അംഗീകാരം കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മൾ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വസ്റ്റ് എഴുതി കൊടുത്ത് അതിൽ സൈൻ വാങ്ങിയതിന് ശേഷമാണ് അവർ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ നമുക്ക് എങ്ങനെയാണ് ചെയ്തു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 600 ml വെച്ചിട്ട് വീക്കിലി 2 ടൈമായിട്ടാണ് നമുക്ക് ചെയ്തു തരുന്നത്. പക്ഷേ ഇൻട്രാവീനസ് ഗ്ലൂട്ടത്തയോൺ ചെയ്യുന്നതിൻ്റെ ഒരു പെട്ടെന്നുള്ളൊരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓറലായിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ്സ് എടുത്തിട്ട് നമ്മൾ വൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസം മുതൽ 6 മാസം വരെ ടൈം എടുക്കും. പക്ഷേ നമ്മൾ ഇഞ്ചക്ഷൻ വഴിയാണ് IV ഗ്ലൂട്ടത്തയോൺ വഴിയാണ് നമ്മൾ
ഗ്ലൂട്ടത്തയോൺ സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 2 ആഴ്ചയിൽ നമുക്ക് ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള റിസൾട്ട് ഫുൾ ബോഡി വൈറ്റനിങ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് നമ്മൾ വൈറ്റനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് വൈറ്റനിങ് അല്ല, ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റനിങ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതലും ആക്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പഴയ കാലം കറുപ്പായിട്ടും ഇപ്പോഴത്തെ കാലം ഫേസ് മാത്രമല്ല ഫുൾ ബോഡി വൈറ്റനിങ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ടത്തയോൺ കാരണമാണ്. IV ഗ്ലൂട്ടത്തയോൺ എത്രത്തോളം സൈഡ് എഫക്റ്റ് ഭാവിയിൽ വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ പഠനമോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഗ്ലൂട്ടത്തയോണിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ആൽബിൻ ആമിനി. ബൈ.